ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ബാങ്കിങ്ങും അതിൻ്റെ ഹിസ്റ്ററിയുമായ കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത്. എല്ലാവരും അത് കവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന ഭാഗം സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്. ഏതെല്ലാം രീതിയിലുള്ള ബാങ്കിങ് സിസ്റ്റംസാണ് നമുക്ക് നിലവിൽ ഉള്ളത്. നമുക്ക് നിലവിൽ 8 ടൈപ്പ് ബാങ്കിങ് സിസ്റ്റംസാണ് നിലവിൽ ഉള്ളത്. നമുക്ക് ഏതെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ ബാങ്കിങ് സിസ്റ്റം വെയർ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ത്രൂ എ സിംഗിൾ ഓഫീസ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്. ഇത്രേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരേ ഒരു ഓഫീസ് മാത്രമുള്ള ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. കസ്റ്റമേഴ്സിന് വേണ്ടുന്ന എല്ലാ സർവീസും ആ സിംഗിൾ ഓഫീസിൽ നിന്ന് വേണം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു സിംഗിൾ ഓഫീസ്, അവർക്ക് മറ്റെവിടെയും ഓഫീസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയുള്ള സിസ്റ്റംസിനെ പറയുന്നതാണ് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. ഇത് പോപ്പുലറായിട്ടുള്ളത് USA-യിലാണ്. USA-യിൽ മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. സെക്കൻഡ് ബാങ്കിങ് സിസ്റ്റം, ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ്. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് നോക്കാം. ഇത് സിസ്റ്റം ഓഫ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ എ സിംഗിൾ ബാങ്ക് ത്രൂ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്. The head office control the activities of other branches. വളരെ സിമ്പിളാണ്. ഒരു ബാങ്കേ ഉണ്ടാവുകയുള്ളൂ. അവർ അവരുടെ ബിസിനസ് ബ്രാഞ്ചുകളിലൂടെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ബ്രാഞ്ചുകളുടെയും ഹെഡ് ഓഫീസ് ആണ് കൺട്രോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഹെഡ് ഓഫീസ് നിയന്ത്രിക്കും. ബിസിനസ്സുകൾ അവരുടെ ബ്രാഞ്ചിലൂടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യയിൽ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ SBIൻ്റെ ഹെഡ് ഓഫീസ് മറ്റ് ബ്രാഞ്ചുകളിലെ എല്ലാം കൺട്രോൾ ചെയ്യുകയും ഓൾ ഓവർ ഇന്ത്യയിൽ അവരുടെ ബ്രാഞ്ചുകളിലൂടെ കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. തേർഡ് വൺ, ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. ഈ ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നോ അതിലധികമോ ബാങ്കുകൾ ഉണ്ടാവും. അവർ ഒന്നിച്ചു കൂടി ചേർന്ന് ഒരാളെ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായി അല്ലെങ്കിൽ പേരൻ്റ് കമ്പനിയായി തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവർ അവരുടെ കീഴിൽ സബ്സിഡിയറി ബാങ്കുകളായി വർക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. ഒന്നുകൂടെ പറയാം, ഒന്നോ അതിലധികമോ ബാങ്കുകൾ, ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കുകൾ, സെപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കുകൾ ഒന്നിച്ചു കൂടി ചേർന്ന് ഒരു പേരൻ്റ് കമ്പനിയായി മാറുന്നു. ആ പേരൻ്റ് കമ്പനി മറ്റു ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു. മറ്റ് ബാങ്കുകളെല്ലാം സബ്സിഡിയറി ബാങ്കുകളായി ഈ പേരൻ്റ് കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് ഇതിന് ഉദാഹരണമായി പറയാമായിരുന്നു നമ്മുടെ SBI. 2017 വരെ SBI ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമായിരുന്നു. SBI ആയിരുന്നു അതിൻ്റെ പേരൻ്റ് കമ്പനി. മറ്റ് 5 ബാങ്കുകൾ അതിൻ്റെ സബ്സിഡിയറി ബാങ്കുകളായി വർത്തിച്ചിരുന്നു. 2017 ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം മാറി അവർ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് മെർജറിലൂടെ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇനി ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം പറയുമ്പോൾ, ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആക്ട് നമ്മൾ ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് സബ്സിഡിയറി ബാങ്ക് ആക്ട്. 1959 വന്ന സബ്സിഡിയറി ബാങ്ക് ആക്ട്. ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം രൂപീകരണം കൊണ്ടിരിക്കുന്ന ആക്ടാണ് സബ്സിഡിയറി ബാങ്ക് ആക്ട്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ബാങ്കിങ് സിസ്റ്റമാണ് നിലവിൽ പറഞ്ഞത്. യൂണിറ്റ് ബാങ്കിങ്, പോപ്പുലർ ഇൻ USA, വർക്കിംഗ് ഇൻ എ സിംഗിൾ ഓഫീസ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്. സെക്കൻഡ് പറഞ്ഞു ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. ഒരേ ഒരു ബാങ്ക് അവരുടെ ബിസിനസ് ആക്ടിവിറ്റികൾ അവരുടെ ബ്രാഞ്ചുകളിലൂടെ കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന സിസ്റ്റമാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ട്, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം. തേർഡ് പറഞ്ഞത് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. ഇവിടെ ഒന്നോ അതിലധികമോ ബാങ്കുകൾ ഒന്നിച്ചു ചേർന്ന് അതിലൊരാളെ പേരൻ്റ് കമ്പനിയായും ബാക്കിയുള്ള സബ്സിഡിയറി ബാങ്കുകളായും അതിന് കീഴിൽ വർത്തിക്കുന്ന സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. ഇനി 4മതായി പറയാം, ചെയിൻ ബാങ്കിങ് സിസ്റ്റം. ചെയിൻ ബാങ്കിങ് സിസ്റ്റം മോളിൽ പ്രതിപാദിച്ച പോലെ ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നോ അതിലധികമോ ബാങ്കുകൾ ഉണ്ടാവായിരിക്കും. ഒരു ബാങ്കാവാം, ഒന്നിൽ കൂടുതൽ ബാങ്കുകളാവാം.
ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ കൺട്രോൾഡ് ബൈ വൺ ഓർ ഫ്യൂ ഇൻഡിവിജ്വൽ ഓർ സെയിം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒന്നോ അതിലധികമോ ബാങ്കുകളുണ്ടാവാം. ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണിലോ അല്ലെങ്കിൽ ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് പേഴ്സണിലോ മാത്രം നിശ്ചിതപ്പെടുത്തിയിരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ മേജർ ഷെയർ ഹോൾഡിംഗ്. ഈ പറയുന്ന ചെയിൻ ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ബാങ്കുകളുടെ മേജർ ഷെയർ ഹോൾഡിംഗ് ഒരു വ്യക്തിയുടെ കയ്യിലോ ഒന്നിലധികം വ്യക്തികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൻ്റെ കയ്യിൽ ആയിരിക്കും. അങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റമാണ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫിഫ്ത്ത് വൺ, ഡെപ്പോസിറ്റ് ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് പേര് പറയുന്ന പോലെ തന്നെ ബാങ്ക് റിസീവ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ് ദം ഫോർ ഷോർട്ട് പീരിയഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പബ്ലിക്കിൻ്റെ ഇന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും കുറഞ്ഞ കാലയളവിലേക്ക് അത് കടം കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഡെപ്പോസിറ്റ് ബാങ്കിങ്. ഇതും മെയിനായി വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് ആണ്. വളരെ കുറഞ്ഞ കാലയളവിലേക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ കുറഞ്ഞ കാലയളവിലേക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഡെപ്പോസിറ്റ് ബാങ്കിങ് സിസ്റ്റം. ഇതിന് നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സിസ്റ്റം, വേർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ് ദം ഫോർ എ ലോങ് പീരിയഡ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കും, കൂടിയ കാലയളവിലേക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഓർ ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, അതിൽ മൂന്നാമത് ഘടകമായ മിക്സഡ് ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൻ്റെയും ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെറിയ കാലയളവിലേക്കും ലോങ് പീരീഡിലേക്കും ലോൺ കൊടുക്കുകയും ചെയ്യുന്നു. രണ്ട് സർവീസും അവർ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് മിക്സഡ് ബാങ്കിങ് സിസ്റ്റം. ഒന്നുകൂടെ പറയാം, നമ്മൾ ലാസ്റ്റ് മൂന്നെണ്ണം പറഞ്ഞത് ഒന്നുകൂടെ എടുത്ത് പറയാം. ഫസ്റ്റ് വൺ ഡെപ്പോസിറ്റ് ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും കുറഞ്ഞ കാലയളവിലേക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും കൂടിയ കാലയളവിലേക്ക് ലോണുകൾ കൊടുക്കുകയും ചെയ്യുന്നു. തേർഡ് മിക്സഡ് ബാങ്കിങ് പറയുന്നു, രണ്ട് രീതിയിലും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഷോർട്ട് പീരീഡിലേക്കും ലോങ് പീരീഡിലേക്കും ലോൺ കൊടുക്കുന്ന ബാങ്കിങ് സിസ്റ്റമാണ് മിക്സഡ് ബാങ്കിങ് സിസ്റ്റം. അത് മെയിനായിട്ടും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ കൺട്രിയിലാണ്. അതിൽ ജർമ്മനിയിലാണ് ഇത് മെയിനായിട്ടും മിക്സഡ് ബാങ്കിങ് കണ്ടുവരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ കറസ്പോണ്ടൻസ് ബാങ്കിങ്. എട്ടാമതായി പറയുന്നത് കറസ്പോണ്ടൻസ് ബാങ്കിങ്. കറസ്പോണ്ടൻസ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ബാങ്കുകൾ, നമ്മൾ പറഞ്ഞു US പോപ്പുലർ ആയിട്ടുള്ള യൂണിറ്റ് ബാങ്കുകൾ, അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് കറസ്പോണ്ടൻസ് ബാങ്കിങ് എന്ന് പറയുന്നത്. കാരണം യൂണിറ്റ് ബാങ്കുകൾക്ക് ഒരേ ഒരു ഓഫീസേ ഉണ്ടാവുള്ളൂ, സിംഗിൾ ഓഫീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരേ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ സിംഗിൾ ഓഫീസ്. സപ്പോസ് ഒരു കസ്റ്റമർക്ക് ഈ പർട്ടിക്കുലർ പ്ലേസിൽ അത് മറ്റൊരിടത്ത് ബാങ്കിങ് സേവനം ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ബാങ്കുകൾക്ക് ബ്രാഞ്ചസുകൾ ഇല്ല. അതിനാൽ അവർ അവിടെയുള്ള ബാങ്കുകളെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനായി ഇൻ്റർമീഡിയറി ആയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ ഇൻ്റർമീഡിയറിയായി യൂണിറ്റ് ബാങ്കുകൾക്ക് വേണ്ടി ഇൻ്റർമീഡിയറിയായി വർക്ക് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കറസ്പോണ്ടൻസ് ബാങ്കിങ്. ഇത് മെയിനായി US തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ US ഫോളോ ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റം യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റമാണ്. അതിനുവേണ്ടി ആ യൂണിറ്റ് ബാങ്കുകളെ ഇൻ്റർലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസിനെ പറയുന്ന പേരാണ് കറസ്പോണ്ടൻസ് ബാങ്കിങ്. ആ ബാങ്കിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കറസ്പോണ്ടൻസ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ 8 രീതിയിലുള്ള ബാങ്കിങ് സിസ്റ്റമാണ് നമുക്ക് നിലവിൽ ഉള്ളത്. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.